നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കാർത്തിക മരിച്ചിട്ടില്ലേ? എവിടെ? ഓ, ഞാൻ അങ്ങോട്ട് വരാം മേഡം. ഓ, ദാ വരുന്നു. ഒരു 5 മിനിറ്റ്. കാർത്തിക എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണം. വിജയ് എനിക്ക് എന്റെ മോളെ തന്നില്ല. അവളെ ഒരു ദിവസം കാണാതായി. അവളുടെ നിന്ന് തോന്നിക്കുന്ന ഒരു ശരീരം റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടി. എനിക്ക് സംശയമുണ്ട് മരിച്ചത് എന്റെ മോള് തന്നെയാണോ എന്ന്. പക്ഷേ ഇപ്പൊ ഹോസ്പിറ്റലുകാര് ആ ശരീരം ഒന്ന് കാണിക്കാൻ പോലും സമ്മതിക്കത്തില്ല സാറേ. പല ആളുകളെ കൊണ്ട് ഞാൻ പറയിച്ചു നോക്കി, പക്ഷേ അതെന്റെ മോളാണോ എന്ന് എന്നെ നോക്കാൻ പോലും സമ്മതിക്കുന്നില്ല സാറേ. എന്റെ മോള് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് അറിയണം സാറേ. നിങ്ങള് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ലേ? സാർ, ACP ചന്ദ്രബോസ് സാറ് ആ ഹോസ്പിറ്റലുകാരുടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നത്. എനിക്ക് നീതി കിട്ടണം സാർ. ആ പോലീസുകാരെല്ലാം ഹോസ്പിറ്റലുകാരുടെ പക്ഷത്താ. കളക്ടർ സാറിന്റെ മുന്നിൽ വന്ന് ഈ വിവരം പറയുന്നതും അതുകൊണ്ട് തന്നെ. അനു, യെസ് മാഡം. പെൺകുട്ടിയുടെ പേര്, അഡ്രസ്, പൊക്കം, രൂപം ഒക്കെ ഇതെല്ലാം ചോദിച്ചു മനസ്സിലാക്കി ആ പെൺകുട്ടിയെ കുറിച്ചൊരു പിക്ചർ ഉണ്ടാക്കിയെടുക്കണം. പറ്റുമെങ്കിൽ ഒരു ഫോട്ടോയും. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. വേണ്ട നടപടി ഉടനെ തന്നെ എടുക്കാം. വലിയ ഉപകാരം സാറേ. പുറത്തു നിൽക്കൂ. ഓ ശരി. അനുവിന് എന്ത് തോന്നി ഈ പറഞ്ഞത് കേട്ടിട്ട്? സംതിങ് റോങ്. അങ്ങനെ തോന്നാൻ കാരണം ചന്ദ്രബോസിന്റെ ഇടപെടൽ തന്നെ. യെസ്. ഈ ഒരു കേസിൽ എന്തിന് ചന്ദ്രബോസ് ഇത്രയും കടുംപിടുത്തം പിടിക്കുന്നു? മരണപ്പെട്ട പെൺകുട്ടി, എന്റെ ഒരു സംശയമാണ്, തൂക്കത്തിലും പൊക്കത്തിലും രൂപത്തിലും കാർത്തികയെ പോലെയാണെങ്കിൽ ചന്ദ്രബോസ് വാശി കാണിക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ചന്ദ്രബോസ് കാണിക്കും, കാണിച്ചേ പറ്റൂ. മാഡം എന്താ ഉദ്ദേശിക്കുന്നത്? കത്തിക്കരിഞ്ഞ നിലയിൽ നെട്ടൂർ പാലത്തിന് താഴെ കണ്ട മൃതദേഹം കാർത്തികയുടേതാണോ അല്ലയോ എന്നൊരു ചോദ്യം എന്റെ മനസ്സിലും അനുവിന്റെ മനസ്സിലും ഉണ്ട്. അതെ. ഈ കാണാതായ പെൺകുട്ടിയാണോ കത്തിക്കരിഞ്ഞതെന്ന് വെറുതെ ഒന്ന് സംശയിച്ചാൽ കിട്ടുന്നത് കാർത്തിക ജീവനോടെ ഈ ഭൂമിയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നതാണ്. പക്ഷേ അങ്ങനെ ഉറപ്പിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലല്ലോ മാഡം. തെളിവുകൾ അതില്ലെങ്കിൽ ഉണ്ടാക്കണം. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം വലിച്ചെടുപ്പിക്കുന്ന ചില വൈദ്യന്മാരുണ്ടായിരുന്നു മുമ്പ് നമ്മുടെ ഗ്രാമങ്ങളിൽ. അതുപോലെ ഇത് ചെയ്തവരെയും ചെയ്യിച്ചവരെയും കൊണ്ട് തന്നെ ഇത് പുറത്തറിയിപ്പിക്കാൻ പറ്റുമെന്ന് ഒന്ന് നോക്കട്ടെ. സംഗതി വിജയിച്ചാൽ ഈ കേസിന്റെ ഏറ്റവും നിർണായകമായ തെളിവാകും. മാർഗമല്ലല്ലോ, ലക്ഷ്യമല്ലേ പ്രധാനം. ആ ഒരു വാക്ക് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോണം. ചിലരെയൊക്കെ വേരോടെ ഞെട്ടിക്കുന്ന നീക്കം. ഇതാര്? കുറെ നാളെയല്ലേ കണ്ടിട്ട്. അല്ല, സുസ്മിത പോയപ്പോ ആ സ്നേഹവും ഇഷ്ടമൊക്കെ അവക്കൊപ്പം കൊടുത്തു വിട്ടാ. അല്ല, ഒരു സുഖാന്വേഷണം പോലും ഇല്ലല്ലോ. അല്ല, ഒരു ഗുഡ് മോർണിംഗ് പോലും വായിക്കണില്ല. ഇനിയിപ്പോ നിങ്ങളെ തമ്മിലെ സൗഹൃദവും സ്നേഹമൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ ഓക്കെ. ഞാൻ എന്റെ ഒരു പരിഭവം പറഞ്ഞാണ്. അല്ല, ഇത് എവിടെ പോയിട്ട് വരുന്നു? ഞാൻ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിട്ട് അറിയാം. മുസ്ലിം ഷോപ്പിംഗ് അറിയാണോ? എനിക്ക് ഇവിടെ 1-2 പേരെ കാണാനുണ്ടായിരുന്നു. അതെ, ഒരു സെക്കൻഡ്, ഇഫ് യു ഡോണ്ട് മൈൻഡ്. അല്ല, ഒരേ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഒന്നിച്ചങ്ങ്, അല്ലെ, അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം. എന്താ, അല്ല, വേറെ തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഡിസ്റ്റർബ് ചെയ്യണില്ല. കാര്യം അല്ല,
സുസ്മിതയുടെ വിവരം വല്ലതും ഈ അടുത്തെങ്ങാനും കാണാൻ പോയിരുന്നോ? അയ്യോ എന്റെ അമ്മോ, ആരെങ്കിലും തെരുവിളി കേൾക്കാൻ വേണ്ടിട്ട് വണ്ടിക്കൂലി കൊടുത്ത് അങ്ങോട്ട് ഒന്ന് കയറി കൊടുക്കോ ചേ? അവളെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ അവളെ ഇറക്കാൻ വേണ്ടിട്ട് അവിടെ പോ ഇവിടെ പോ, അവരെ വിളി ഇവരെ വിളി, ഇതൊക്കെയാണ് ശല്യമൊന്നും. അവളെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു പോലീസുകാരനെ കൂടെ നിർത്തിയിട്ട് ഞാൻ സംസാരിക്കുള്ളൂ. ദേഹോപദ്രവം വന്ന തടയാൻ ആള് വേണമല്ലോ, സേഫ്റ്റി നോക്കണ്ടേ? അല്ല ഇനിയിപ്പോ എങ്ങോട്ട് പോണ്? ദാണ്ടെ അവിടെ ഒരാളെ കാണാൻ പോകുന്നു. ലവിടെ അതിന്റെ ലപ്പുറത്താ. ശാലിനി മേഡമാണല്ലോ വിളിക്കുന്ന. ഒരു കാര്യമില്ലാണ്ട് മേഡം അങ്ങനെ വിളിക്കില്ലല്ലോ. എന്നാ മതി വിട്ടോ, എനിക്ക് കുറച്ച് ഒരു കോളം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അമ്മ കുറെ നേരം സംസാരിക്കായിരുന്നു. ശരി എന്നാ. ശാലിനി എന്തിനാ ഇവനെ ഇപ്പൊ വിളിക്കുന്നത്? എന്തായിരിക്കും ഇവനോട് ശാലിനിക്ക് പറയാനുള്ളത്? അറിയാനിപ്പോ എന്തായിരിക്കും ഒരു വഴി? ഹലോ മേഡം. മേഡം പറഞ്ഞോളൂ മേഡം. കാർത്തിക മരിച്ചിട്ടില്ലേ? എവിടെ? ഓ ഞാൻ അങ്ങോട്ട് വരാം മേഡം. ഓ ദാ വരുന്നു, അത് 5 മിനിറ്റ്. കാർത്തിക എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണം. അങ്ങോട്ട് പോകണ്ടോ ഇങ്ങോട്ടാണല്ലോ പോകുന്നത്. ഓട്ടം തുടങ്ങി. രാമേട്ടാ വണ്ടി എടുക്ക. അപ്പൊ വാലിന് തീ പിടിച്ചു, ഇനി അത് ആളി കത്തിക്കോളും. മേഡം നിർത്തി. അപ്പൊ എങ്ങനെ മേഡം, സംഗതി സെറ്റല്ലേ? ഡൺ. പെട്ടെന്ന് പുറകെ വിടാം. അവള് കൺവെട്ടത്തു നിന്ന് മറയുന്നതിന് മുമ്പേ കേറ്. എടുത്തോ രാമേട്ടാ, ആ കാറിന് പുറകെ പോണം. ശരി. പായും പുലിയെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ ഇപ്പൊ കണ്ട്. അവള് പുലിയാണോ പൂച്ചയാണോ എന്നൊക്കെ ഇന്നറിയാം. രാമേട്ടാ, അവള് പെട്ടെന്ന് നോക്കിയ നമ്മുടെ കാറ് കാണാൻ ഇടവരരുത്. മനസ്സിലായി മോളെ. അവക്കെ ചുറ്റിനും കണ്ണ, നേരെ നോക്കിയൊന്നും വണ്ടി ഓടിക്കത്തില്ല. സംശയദൃഷ്ടിയോടുകൂടി ചുറ്റിനും നോക്കിയിട്ടേ ഓടിക്കുള്ളൂ. കള്ളത്തരത്തിന് PhD എടുത്തോളൂ, അങ്ങനെ അവളെ കുറിച്ച് പറയാൻ പറ്റും. അപ്പൊ സുസ്മിത ഏത് ഡിഗ്രിയാണോ അവ എടുത്തിരിക്കുന്നത്? ഓ അയ്യോ, അത് ഇതുപോലെ ചെറിയ ബോംബൊന്നുമല്ല, ആറ്റം ബോംബാണ്. അവള് പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റി പോലും ഇപ്പൊ ഉണ്ടാവുന്ന സംശയമാണ്. ഇത്രയും നാൾ അവളെ സഹിച്ചതിന് സ്വയം ഉടലോടെ അങ്ങ് ഭൂമിക്കടിയിലോട്ട് പോയി കാണും. അത്രയ്ക്ക് അധികം ഗുണമുള്ള മുതലല്ലേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.